റമദാൻ വരുന്നത് വലിയ സന്തോഷ വാർത്തയുമായിട്ടാണ്. നമുക്കൊക്കെ സന്തോഷമാണെന്നാൽ ആ റമദാനിൽ ഒരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് നമ്മൾ ഇതുവരെ ആലോചിച്ചിട്ടുണ്ടോ? ആ റമദാനിൽ കടന്നു വരുന്ന ഓരോ റമദാനിലും വലിയൊരു ദുരന്തം ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് വരെ ആലോചിച്ചിട്ടുണ്ടോ? എല്ലാ റമദാനിന്റെ തുടക്കത്തിലും പ്രഭാഷണങ്ങളിലും ഖുതുബകളിലും എഴുത്തുകളിലും നമ്മൾ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന ഒരു സംഗതിയാണത്. അള്ളാന്റെ റസൂൽ അതാ ഒരിക്കൽ മിമ്പറിലേക്ക് കയറുകയാണ്. ആമീൻ 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 എന്ന് 3 വട്ടം പറഞ്ഞിട്ടാണ് പ്രവാചകൻ മിമ്പറിന്റെ മുകളിൽ എത്തുന്നത്. ഖുതുബ കഴിഞ്ഞ് നമസ്കാരം കഴിഞ്ഞപ്പോ സ്വഹാബികൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, എന്തിനാണ് നിങ്ങൾ ആവർത്തിച്ച് 3 തവണ ആമീൻ 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 എന്ന് പറഞ്ഞത്? അള്ളാന്റെ റസൂൽ പറയുകയാണ്, ജിബ്രീൽ വന്ന് പ്രാർത്ഥിച്ചു, ജിബ്രീൽ വന്ന് ദുആ ചെയ്തു. എന്താണ് ദുആ ചെയ്തത്? പരിശുദ്ധമായ റമദാൻ മാസം കടന്നു വരികയും എന്നിട്ട് ആ റമദാൻ മാസത്തിന്റെ 29, 30 ദിനരാത്രങ്ങൾ കടന്നു പോകുകയും ആ റമദാനിന്റെ അവസാനത്തെ ദിവസം ശവ്വാലിന്റെ മാസപ്പിറവി കാണുന്ന ആ ദിവസം, ആ സമയത്ത് പോലും പാപങ്ങൾ പൊറുപ്പിക്കപ്പെടാത്ത ഒരാൾ എന്റെ ഉമ്മത്തിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവനെ അല്ലാഹു ശപിക്കട്ടെ, അവൻ അല്ലാഹുവിന്റെ ലഅനത്തുണ്ടാകട്ടെ എന്ന് ദുആ ചെയ്യുന്നത് ആരാണ് പ്രിയപ്പെട്ടവരെ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. റഈസുൽ മലായിക ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ആമീൻ പറയുന്നത് ആരാണ് പ്രിയപ്പെട്ടവരെ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അല്ലാഹുവിന്റെ അർശിന്റെ സവിധത്തിൽ ഈ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. റമദാനിൽ ഒളിഞ്ഞു കിടക്കുന്ന അപകടം ഇതാണ്. റമദാനിൽ ഒളിഞ്ഞു കിടക്കുന്ന ദുരന്തം ഇതാണ് പ്രിയപ്പെട്ടവരെ. ആ റമദാൻ നമുക്ക് അല്ലാഹു നൽകുന്ന വലിയ അനുഗ്രഹമാണെന്നാൽ ആ റമദാൻ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് ദുരന്തമായി മാറുക? ആ റമദാനിന്റെ ദിനരാത്രങ്ങൾ പാപങ്ങൾ പൊറുപ്പിക്കപ്പെടാത്ത രീതിയിൽ നമ്മിൽ നിന്ന് കടന്നു പോകുകയാണെങ്കിൽ നമ്മെ കാത്തിരിക്കുന്നത് തവാബുകളല്ല, നമ്മെ കാത്തിരിക്കുന്നത് സ്വർഗമല്ല, നമ്മെ കാത്തിരിക്കുന്നത് പാപമോചനമല്ല, നമ്മെ കാത്തിരിക്കുന്നത് അള്ളാഹുവിന്റെ ലഅനത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ റമദാൻ വരുന്നതിന് മുന്നേ പാപങ്ങൾ റബ്ബിനെ കൊണ്ട് പൊറുപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് തഖ്വയുടെ 2ാമത്തെ അടയാളമായി ഫഗ്ഫിർ ലനാ ദുനൂബനാ, ഞങ്ങളുടെ പാപങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു തരണേ റബ്ബേ, ഞങ്ങളുടെ തെറ്റുകൾ നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണേ അല്ലാ എന്ന് പറയുന്നതാണ് തഖ്വയുടെ 2ാമത്തെ അടയാളമെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നത് പ്രിയപ്പെട്ടവരെ. ഈ അപകടം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് അള്ളാന്റെ റസൂലിന്റെ സ്വഹാബത്തിൽപ്പെട്ട ആളുകൾ ഒരു തെറ്റ് ചെയ്തു പോയാൽ, ഒരു അബദ്ധം ചെയ്തു പോയാൽ അവരുടെ മനസ്സിനെ അത് അത്രമാത്രം വേദനിപ്പിച്ചത്, പ്രയാസപ്പെടുത്തിയത്. ഈ വസ്തുതകൾ, ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ്.